ബാഗ് എന്തിനാ കൊണ്ടുപോയിട്ടെന്ന് അറിയാം. ഓരോ സ്കൂൾ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കണ്ട ബാഗ് നിറച്ച് നെല്ലിക്കയാണ് കേട്ടാ. നെല്ലിക്ക ചെറിയ നെല്ലിക്ക കേട്ടോ, ഇത് വലിയ നെല്ലിക്ക കണ്ട, എല്ലാം വലിയതാണ് കേട്ടോ. കണ്ട ഇത് നോക്കിയത് കേട്ടോ, ഇന്നലെ പൊള്ളിയതാണ്. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ആദ്യം തന്നെ കാണുന്നവരാണെങ്കിൽ ചാനലിലോട്ടൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും മറക്കല്ലേ കേട്ടോ. ആദ്യം തന്നെ പറയണം കേട്ടോ, കുറ്റങ്ങളും കുറവുകളും എല്ലാ വീഡിയോസിലുണ്ടാവും, അതെല്ലാം ക്ഷമിച്ച് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. പിന്നെ അങ്ങനെ ഞാൻ രാവിലെ നേരത്തെ എണിച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണി വെക്കുമ്പോൾ അല്ലെങ്കിലും നേരത്തെ ചെയ്തിട്ടില്ലെങ്കിൽ ഉറക്കം വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ സുബൈ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ എണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു. ഈ ബിരിയാണി എന്തായാലും രാവിലെ തന്നെ അതിരാവിലെ വെക്കണമെന്ന് നിങ്ങൾ വിചാരം ഉണ്ടാവല്ലോ. എന്റെ സ്വത്തൂനെ ബിരിയാണി അല്ലാതെ മറ്റുള്ള റൈസൊക്കെ അനുസരിച്ച് നമുക്ക് വാരി കൊടുത്താലും എങ്ങനെയൊക്കെ നടക്കാം അവൻ്റെ വയറ്റിക്ക്. പക്ഷെ ഇതങ്ങോട്ട് സ്കൂളിൽ നിന്നല്ലേ ആ ടിഫിന് കൊണ്ടുപോയത്, അങ്ങനെ തിരിച്ചു കൊണ്ടുവരികയാണ്. ബിരിയാണി റൈസ് അല്ലാന്നുണ്ട് മന്തി റൈസ്, അങ്ങനത്തെ റൈസും കൊണ്ട് ഫുഡ് ഉണ്ടാക്കണം എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്യാണ് ബസുമതി റൈസും കൊണ്ട് എനിക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്തേക്കാണ്. അതുകൊണ്ട് ഇപ്പം ഇന്ന് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ബിരിയാണി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ വെള്ളം അടുപ്പത്ത് വെച്ച് കുറച്ച് വെക്കുകയാണെങ്കിലും തോനെ വെക്കുകയാണെങ്കിലും ഒക്കെ ഒരേ പണിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ എണിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വത്തൂന് ബിരിയാണി, എൻ്റെ ബിരിയാണി റെസിപ്പി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ലേ അല്ലേ. ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്ര റെസിപ്പിയിൽ വെക്കാൻ നമുക്ക് നമ്മളൊരു ക്ലിക്കിലുണ്ട് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി അടിപൊളിയായി ബിരിയാണി ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് വെറുപ്പിക്കണില്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിലും വെറുക്കുകയാണെങ്കിലും ക്ഷമിച്ച് സപ്പോർട്ടാക്കാം കേട്ടോ. അങ്ങനെ സ്വത്തൂനും ബിരിയാണി റൈസ് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓനക്ക് ടിഫണിക്കൊക്കെ ഫുള്ള് സെറ്റാക്കിയതിൻ്റെ ശേഷമുള്ളൂ കേട്ടോ ഞാൻ വേറെ ഓനെ വിളിക്കാനും വേറെ എന്തിനും നിൽക്കാം കേട്ടോ. ഓനക്ക് രാവിലെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഓനെ കൊണ്ടാക്കി വന്നിട്ടാണ് ഞങ്ങൾ തന്നെ ഫുഡ് കഴിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഓൻ്റെ ലഞ്ച് സെറ്റാക്കി. പിന്നെ ഓനക്ക് സ്നാക്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കേക്കും അതേമാതിരി നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഓന് കഴിക്കുന്നുള്ളതിനാണ് ഞാൻ ഒരു മാങ്ങൻ്റെ പകുതി പീസും കുറച്ച് തോനെയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വന്നിട്ട് അറിയാം ഓന് കഴിച്ചോ കഴിച്ചില്ലേന്ന്. അന്ന് കൊടുത്തപ്പോൾ പകുതി കഴിച്ചപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കേക്കും ഒരു മാങ്ങൻ്റെ പകുതിയും കഷ്ണാക്കി സെറ്റ് ചെയ്തു. അതും സ്നാക്സ് ആയിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. കുട്ടികളുണ്ട്, വേറെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓർക്കും കൊടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഇതൊക്കെയൊന്നും ഓന് കഴിക്കത്തില്ല കേട്ടോ. 1-2 പീസോ മാത്രമേ ഉള്ളൂ ഓന് കഴിക്കുക. അങ്ങനെ ഇത് സെറ്റാക്കി വെള്ളമൊക്കെ വെച്ചതിൻ്റെ ശേഷം മോനെ പോയി വിളിക്കും കേട്ടോ. വിളിക്കണം നേരത്തെ ഒത്തിരി പ്രയാസമാണ് കേട്ടോ, ഭയങ്കര കുശുമ്പും കാര്യങ്ങളും. പിന്നെ ഫോണിലും വീഡിയോസിലും ഒന്നും എടുക്കാൻ സാധിക്കത്തില്ല. പിള്ളേയിലെ ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ആരും വീഡിയോസ് എടുത്തു തരാനൊന്നുമില്ല, ഞാൻ സ്വയം തന്നെയാണ് എൻ്റെ വീഡിയോസ് എല്ലാം എടുക്കുന്നതൊക്കെ കേട്ടോ. മോളുണ്ടാകുമ്പോൾ പിന്നെ മോളോട് പറഞ്ഞാൽ മോളെടുത്ത് തരും കേട്ടോ. അങ്ങനെ ഓനങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടോ. ഓനങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം സെറ്റ് ചെയ്യണേയും ഫുഡ് കൊടുക്കണേയും ഒന്നും വീഡിയോസ് എടുത്ത ഫോണ് ഒരൊറ്റ തട്ടിനൊരു വീഴലായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനൊന്നും നിൽക്കാറില്ല. പിന്നെ ഓൻ്റെ കാര്യം നോക്കി കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഫോണൊന്നും എടുക്കും കേട്ടോ. ഫോണ് പോയാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണേ. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് പോവാണ് കേട്ടോ. ഞങ്ങൾ സ്കൂളിലോട്ട് പോവാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ കണ്ട ഫോണ് കയ്യിൽ പിടിച്ചിട്ടാണ് പോണത്. അങ്ങനെയാണ്, ഓരോന്നിനോട് വാശി പിടിച്ചാൽ പിന്നെ അത് വിടത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്തിനാ ഈ കുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ പുറകെ പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനില്ലാതെ ഓന് ഇവിടുന്ന് ഇളകി പോവില്ല കേട്ടോ. യൂണിഫോം ഉണ്ട് ഊരിടാൻ നിൽക്കും. അപ്പോൾ ഓൻ്റെ വാസി കൊണ്ടാണ് കേട്ടോ ഞാൻ ഡെയിലി ഓനെ കൊണ്ടാക്കാൻ പോണേ. അങ്ങനെ എനിക്ക് വെയ്യ കേട്ടോ, പനി വരുന്ന മാതിരി ഉണ്ട്. എന്നാലും ഒരു ഫർദയൊക്കെ എടുത്തിട്ട് വീട്ടിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഓനൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ടൈം ആവും. ചില നേരത്തെ മനുഷ്യന് ഭ്രാന്ത് പിടിക്കും കേട്ടോ. അങ്ങനെ ഞാനും അങ്ങനെ ഈ വെയിലും കൊണ്ടിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ കണ്ടോ, ഞങ്ങൾ ആ ഒരു സ്ഥലം കണ്ടില്ല, അപ്പുറത്തെ ആ സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കണതാണ്, ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഓനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ച് വരുമ്പോൾ ഒരു നെല്ലിക്ക റോഡ് സൈഡിൽ തന്നെ ഒരു നെല്ലിക്ക മരം ഉണ്ടായിമെന്ന് ഞങ്ങൾ നെല്ലിക്ക എന്തോ രസം എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇക്ക കയറി പൊട്ടിച്ചേരാൻ വേണ്ടി കയറി. അങ്ങനെ വണ്ടിമ്മ കയറിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീടിനെ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇക്ക ഫോൺ എടുത്തേക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് ഫോണൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ നെല്ലിക്കൊക്കെ പൊട്ടിച്ച് നേരെ വീട്ടിലോട്ട് വന്നിട്ടോ. അങ്ങനെ വീട്ടിൽ വന്നതും നേരെ ഇക്ക ഫുഡ് കഴിച്ചിട്ടോ. നേരത്തെ തന്നെ ബിരിയാണി കഴിച്ചു. അപ്പോഴേക്കും ഞാൻ ചപ്പാത്തി പിന്നെ വന്നിട്ടാണ് കുഴച്ചുണ്ടാക്കിയത്. അതുണ്ടാക്കി കഴിഞ്ഞ് വന്ന് ഇക്ക കഴിച്ച പാത്രത്തിൽ ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ എന്നും ചെയ്യാറുള്ളത്. അങ്ങനെ സ്വത്തുവിനെ കൊണ്ടാക്കി വന്ന് ഫുഡ് കഴിച്ചിട്ടോ. കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഫുഡ് പകുതി ഇവിടെ അങ്ങനെ വെച്ചിക്കാണ് കേട്ടോ. എന്നിട്ടിപ്പോ പരത്തിയിട്ട് ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കണം കേട്ടോ. പകുതി എടുത്തിട്ട് ഞങ്ങള് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. എല്ലാം
കവർ വെച്ചിട്ടാണ് കേട്ടോ ആക്കുക. കവർ വെച്ചിട്ട് കവറിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ ആ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി പരത്തി വെക്കണം. അങ്ങനെ പരത്തി വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിക്കൊക്കെയുള്ള നാസ്റ്റായിട്ടോ. അങ്ങനെ അത് ഫ്രിഡ്ജിക്ക് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രിക്കുള്ള നാസ്ത സെറ്റായാലും സന്തോഷമായിട്ട് കുത്തിരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പണികൾ ഇനി നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ മാവിനെടുത്തിട്ട് എടുത്ത് വെച്ചിട്ട് നേരെ പിന്നെ നമ്മളെ ചിക്കൻ ഉണ്ടായിരുന്നു വെള്ളത്തിലിട്ട് വെച്ച് ആ ചിക്കൻ അങ്ങോട്ട് പീസാക്കി എടുക്കുകയാണ് കേട്ടോ. കാരണം അത് ഐസ് കട്ടായിട്ട് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അതിനങ്ങോട്ട് വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ ശേഷം അവിടേക്കൊന്ന് വീതനയ്ക്കൊന്നും വീതന തുടച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ കുക്കിങ്ങിൻ്റെ പണിക്കായിട്ട് ഇനി വീണ്ടും തുടക്കം വരികയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ അടിച്ചു വരാനും തുടക്കാനൊക്കെ പോയി. തുടച്ച് കഴിഞ്ഞാൽ ഇക്കാക്ക് ഈ ഒരു സാധനം കൊണ്ട് അതിൻ്റെ വെള്ളങ്ങളൊക്കെ കുറച്ച് കംഫോർട്ട് ഒഴിച്ചിട്ടേ ഇങ്ങനെ വീട് മൊത്തം ഇങ്ങോട്ട് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ വീട് നല്ല സ്മെല്ലുമാണ്. പിന്നെ ആ വീടിൻ്റെ ആ ഒരു ടൈൽസ് ഇല്ലേ നമ്മൾ തുടച്ചാൽ ഇങ്ങനെ ഒരു ഇതുമാതിരി നിൽക്കുമല്ലോ, അങ്ങനെയല്ല വെളേനെ മിനുങ്ങും കേട്ടോ. അതൊക്കെ അങ്ങനെ ഇക്ക ചെയ്തൊന്നു. അങ്ങനെ അടുത്ത ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊലിക്കാനുണ്ടായിരുന്നു. അതൊക്കെ തൊലിച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ചപ്പാത്തി തിന്ന് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് ഞാനും ഇക്കാക്കും കുറച്ച് കൊണ്ടേ കൊടുത്തു, ഞാനും കുറച്ച് കഴിച്ചു. കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ട് ഞാൻ ജോലി എടുക്കും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ ഇക്കാക്ക് കൊണ്ടേ കൊടുത്തു കേട്ടോ. കൊണ്ടേ കൊടുത്തപ്പോൾ ഇത്രയും പണികൾ എടുക്കുമ്പോഴും കൊണ്ടേ കൊടുത്തിട്ട് പിന്നെയും പറയണ ഇങ്ങോട്ടൊന്ന് വന്നപ്പോഴേക്കും വെള്ളം എടുത്തിട്ട് വാന്ന് പറയണം കേട്ടോ. വെള്ളം കൂടി ഞാൻ എന്താ ഒരു സുഖത്തിനിങ്ങനെ ഉണ്ടാവും കടന്നുകൊണ്ടിരിക്കുക. എന്നെ കണ്ട വേഗം നീച്ചിട്ടോ. ഞാൻ എന്താ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് നീച്ചിട്ടോ. അങ്ങനെ എന്നോട് മര്യാദ അല്ലെങ്കിലും എൻ്റെ ക്യാമറിനോട് നല്ല മര്യാദയാണ് കേട്ടോ. അപ്പോൾ ക്യാമറിനെ കണ്ടതും വേഗം എണിച്ചു കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ കൊടുത്തു. ഞാനും അങ്ങനെ കുറച്ച് മാങ്ങയും ആപ്പിളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചു. അങ്ങനെ നമ്മൾ കഴിക്കുകയും ചെയ്യും, വീണ്ടും ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ നെറ്റിമ ഈ ഒരു മുറിയില്ലേ, അത് ചിക്കനിൻ്റെ പഴയ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചട്ടിയിൽ ഒഴിച്ചിട്ട് ചിക്കൻ പൊരിക്കാനായിട്ട് ഒഴിച്ച് ചിക്കന് എണ്ണ ചൂടായപ്പോൾ ചിക്കൻ അതിലോട്ട് ഇട്ടുകൊടുത്തപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചിക്കൻ മറിച്ചിട്ടപ്പോൾ ഒരു പൊട്ടൽ, എൻ്റെ റബ്ബേ, എൻ്റെ മുഖത്ത് മൊത്തത്തിൽ പൊള്ളുമെന്ന് വിചാരിച്ചു. പക്ഷേ 2-3 ഭാഗത്ത് എണ്ണ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഭാഗത്താണ് തൊലി അങ്ങോട്ട് പോയത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ അങ്ങനെ ഒന്നും കാണാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി. അപ്പോൾ ആ ഉള്ളിയൊക്കെ ചതച്ചെടുത്തുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യാണ് കേട്ടോ. ചിക്കനും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് ഒരു ഗ്രേവി പോലെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചപ്പാത്തിക്കും ഉച്ചക്ക് ചോറിക്കും നമുക്ക് റെഡിയാവും. ഉച്ചക്ക് പിന്നെ ബിരിയാണി കുറച്ച് ഇരിപ്പുണ്ട്. സ്വത്തുവിന് ഉണ്ടാക്കിയ ബിരിയാണിയും പിന്നെ ചോറ് കുറച്ച് വെക്കണം. അപ്പോൾ രാത്രിക്കൊക്കെയുള്ള ഫുഡും ഉച്ചക്കൊക്കെയുള്ള ഫുഡും ഒക്കെ സെറ്റായിട്ടോ ഈ രാവിലത്തെ പൊരിച്ചില്. അങ്ങനെ ആ ചിക്കൻ റെഡിയായി കുക്കറിൽ. എൻ്റെ റെസിപ്പി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വലിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ ആ പച്ച സ്മെല്ല് പോകുന്നവരെ പോലെ നല്ലോണം ഉപ്പിട്ടിട്ടുണ്ട് വഴറ്റണം. എന്നാലാണ് ചിക്കന്, അതും വെളിച്ചെണ്ണയിൽ വെച്ച അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്കൊക്കെ. അങ്ങനെ ആ കുക്കറിൽ അത് വെച്ച് വിസിലടിക്കുമ്പോഴേക്കും ഞാനിത് ആ പാത്രങ്ങളൊക്കെ കഴുകി പനി വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ കുറച്ച് അങ്ങനെ ഇങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പം നിന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, എന്താ ഷെയ്ഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാന്ന് ചോദിക്കരുത്. എല്ലാ വീഡിയോസിലും ലൈവ് ഇടുമ്പോഴൊക്കെ ചോദിക്കല് എന്താ ലിപ്സ്റ്റിക്ക് ഏത് ഷെയ്ഡിലാണ് യൂസ്. അപ്പം ഞാൻ അതിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കൊടുന്നു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചറില്ലേ, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഡെയിലി യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. പിന്നെ എൻ്റെ ഷെയ്ഡ് ഏതാന്ന് എനിക്കും പറയാൻ ഓർമ്മ ഉണ്ടാവത്തില്ല. ആദ്യം കൊണ്ടുവരുമ്പോൾ അങ്ങനെ 26-25 അങ്ങനത്തെ ഇതിലാണ് ഞാൻ എടുക്കല്. 2 ഷെയ്ഡാണ് ഞാൻ എടുക്കല്. അപ്പം 2 ഷെയ്ഡ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 25 കേട്ടോ, ഡാസിലറിൻ്റെ 25 കണ്ട നല്ല ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ചുണ്ടുമിട്ട് ചുണ്ടിൻ്റെ അതേ കളർ പോലെ നിൽക്കും. പിന്നെ ഒന്ന് 51 കേട്ടോ, അത് ഡാസിലർ തന്നെ 51. ഈ 2 ഷെയ്ഡും കുറേച്ച്. ഈ ഷെയ്ഡ് ഒറ്റക്കാണെങ്കിലും ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ. ഒറ്റക്ക് ഈ 2 ഷെയ്ഡും അടിപൊളി ചൂസിങ് ആണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ചുണ്ടിൻ്റെ കളറ് നല്ല കളറായിട്ടിരിക്കും, അധികം ബോറടിപ്പിക്കാത്ത കളറാണ് കേട്ടോ. അപ്പോൾ ഈ 2 ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡാസിലറിൻ്റെ
ഒരു ഐലൈനർ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണ മേക്കപ്പ് പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യണത് ഇതാണ്. വേറെ പോൺസിൻ്റെ ഒരു പൗഡറും അല്ലാതെ ഒരു ക്രീമും ഞാൻ യൂസ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ബിരിയാണി കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ അത് കുക്കറിൽ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാനിവിടെ വന്ന് പാത്രം കഴുകിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കണേ. ഇനിയിപ്പോൾ കുളിക്കണം. ഭയങ്കര പനിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം കടന്നിട്ട് ഫോണിൽ കുറച്ച് നേരം ഇരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോരോ ദിവസങ്ങളും പോണത്. ഇന്ന് ഇക്ക കുറച്ച് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പം ഇനി കുറച്ച് നേരം ഞാനത് കുക്കറിൽ വിസിലടിക്കുന്ന സൗണ്ട് കേൾക്കണില്ലേ? 2-3 വിസിലടിച്ച് അത് ഓഫാക്കിയിട്ടിട്ട് വേറെ ഒന്നും ഉണ്ടാക്കണില്ല. അന്ന് വയ്യ എനിക്ക്. പായസം കുടിക്കാനൊരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇൻഷാല്ലാ പായസം ഉണ്ടാക്കാനും ചിലപ്പോൾ പോകും ചിലപ്പോൾ പോകില്ല. അവരാരെ മൂഡിനനുസരിച്ചിട്ടാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വിശേഷം. ഇനി മറ്റയാളെ ഞാൻ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ മറ്റയാളെ എണ്ണയിപ്പിച്ചിട്ട് പറഞ്ഞേക്കട്ടെ. പള്ളി ഉണ്ട് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. അപ്പോൾ എല്ലാവരും എന്നെയും എൻ്റെ ഫാമിലിനെയും ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നെ ഒന്ന് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കാനും കമാൻഡ് അടിക്കാനും മറക്കല്ലേ. എന്താ ചെറിയൊരു ലൈക്കും ചെറിയൊരു കമാൻഡും നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പം ഞാൻ പോട്ടെ. ബൈ.